പാഠശാലയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്, വൈദ്യുത കാന്തിക ഫലം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? ഹീറ്റിംഗ് എഫക്റ്റ് പഠിച്ചു, അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റിംഗ് എഫക്റ്റ് പഠിച്ചു. ഒരു ചാലകത്തിൽ കൂടെ അല്ലെങ്കിൽ കണ്ടക്ടറിൽ കൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റിംഗ് എഫക്റ്റ് നമ്മൾ പഠിച്ചു, അതുപോലെ ലൈറ്റിംഗ് എഫക്റ്റ് പഠിച്ചു. ഈ ചാപ്റ്ററിൽ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു എഫക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് കാന്തിക ഫലം അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ്. അപ്പോൾ മാഗ്നറ്റിക് എഫക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഈ എഫക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാലകത്തിൽ കൂടെ കണ്ടക്ടറിൽ കൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് ഒരു സയൻറ്റിസ്റ്റ്, ഹാൻ ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് യാദൃശ്ചികമായിട്ട് കണ്ടുപിടിക്കുക ചെയ്തത്. അദ്ദേഹം ക്ലാസ്സിൽ ഒരു സർക്യൂട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈഡിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് കടത്തി വിടുന്ന സമയത്ത് ഇതിലൊരു ഡിഫ്ലക്ഷൻ കണ്ടു. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് കറണ്ട് കടന്നു പോകുമ്പോൾ ഒരു കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് ഹാൻ ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് കണ്ടുപിടിച്ചത്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. അതായത് ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് തൊട്ടടുത്തായിട്ടുണ്ടായിരുന്ന കാന്തസൂചിയിലൊരു ഡിഫ്ലക്ഷൻ കണ്ടു. അങ്ങനെയാണ് ഈ മാഗ്നറ്റിക് ഇഫക്റ്റിൻ്റെ കണ്ടുപിടുത്തം നടന്നു. അപ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ആദ്യത്തെ ഭാഗത്ത് പറയുന്നുണ്ട്. ആ സർക്യൂട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കാം. അതായത് ഒരു സർക്യൂട്ട് ഉണ്ട്, ബാറ്ററി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് വയ്ക്കാം. ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു മാഗ്നറ്റിക് നീഡിലുണ്ട് വെച്ചു. ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടെ എന്ത് ചെയ്യും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണല്ലോ കറണ്ട് പോവുക. അപ്പോൾ സ്വിച്ച് ക്ലോസ് ആവുന്ന സമയത്ത് കറണ്ട് കടന്നു പോകും. അപ്പോൾ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഈ നീഡിലിനൊരു ഡിഫ്ലക്ഷൻ കണ്ടു. സപ്പോസ് ഈ നീഡിൽ ഇപ്പോൾ ഈ ഡയറക്ഷനിലാണ് നീങ്ങണമെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുമ്പോൾ, അതായത് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആക്കുന്ന സമയത്ത് ഈ മാഗ്നറ്റിൽ കാന്തസൂചിക്ക് ഡിഫ്ലക്ഷൻ എന്താണ് സംഭവിച്ചു? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ഷൻ സംഭവിച്ചു. അതായത് ഇത് ഇങ്ങോട്ട് തിരിഞ്ഞു, ഈ ഭാഗം ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാലകത്തിൽ കൂടെ കണ്ടക്ടറിൽ കൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത്. അതാണ് വലത് കൈ നിയമം പറയുന്നത്, റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് നോക്കാം. വലത് കൈ നിയമം പറയുന്നത്, റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്, ഒരു ചാലകത്തിൽ കൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു നിയമമാണ് വലത് കൈ നിയമം. ഇത് വെച്ച് നമുക്ക് ഏത് കണ്ടക്ടറിൽ കൂടെ ആണെങ്കിലും കറണ്ടിൻ്റെ ഡയറക്ഷൻ അറിയാമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചാലകം ഇതാണെന്ന് വിചാരിക്കാം. ഈ ചാലകത്തിന് നമ്മൾ കറണ്ടിൻ്റെ വൈദ്യുത പ്രവാഹ ദിശയുടെ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ ഈ തള്ളവിരൽ പിടിക്കുക, എന്നിട്ട് ബാക്കി വിരലുകളൊക്കെ ചേർത്ത് ഇതുപോലെ മടക്കി പിടിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് വൈദ്യുത പ്രവാഹ ദിശയാണെങ്കിൽ ഈ നമ്മൾ വിരലുകൾ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ, ഈ ദിശ ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അതായത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എന്ന് പറയുന്നത് ഈ ദിശയിലായിരിക്കും. അതായത് ഒരു സർക്കുലർ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഉണ്ടാവുക. ഇതാണ് വലത് കൈ നിയമം പറയുന്നത്. ഇത് കണ്ടക്ടർ ആണെങ്കിൽ കറണ്ട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനും, അതായത് തള്ളവിരൽ കറണ്ടിൻ്റെ ഡയറക്ഷനും, ബാക്കിയുള്ള വിരലുകൾ എന്ത് ചെയ്യും? കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും സൂചിപ്പിക്കുന്നു. ബാക്കി എല്ലാ വിരലും, അതായത് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു കണ്ടക്ടറിന് ചുറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത് എന്ത് തരത്തിലായിരിക്കും? സർക്കുലർ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. കറണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ സർക്കുലർ ഷേപ്പിലായിരിക്കും അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം ഉണ്ടാവും. അപ്പോൾ വലത് കൈ നിയമം നമുക്കിങ്ങനെ പ്രസ്താവിക്കാൻ പറ്റും. ഓക്കെ, നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ഇങ്ങനൊരു സർക്യൂട്ട്, കറണ്ട് ഇങ്ങനെ കടത്തി വിടുന്നുണ്ട്.
ഒരു സ്വിച്ച് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് കടന്നു പോകും. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെയായിരിക്കും കറണ്ട് കടന്നു പോവുക. ഇവിടെ ഈ ഡയറക്ഷനിലാണ് കറണ്ട് വരിക, ഇവിടെ ഇങ്ങനെ താഴോട്ടാണ് കറണ്ട് വരിക. അപ്പോൾ ഇങ്ങനെയാണ് സർക്യൂട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാന്തിക മണ്ഡലം എങ്ങനെ പറയാൻ പറ്റും? ഓരോ സ്ഥലത്ത് നമുക്ക് പറയാം. ഇത് ഒന്നാമത്തെ എടുക്കുകയാണെങ്കിൽ ഇവിടെ കറണ്ട് കടന്നു പോകുന്നത് മേലോട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുക, തള്ളവിരൽ മുകളിലോട്ടായിട്ട് പിടിക്കുക. അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് എങ്ങനെ കാണിക്കും? കാന്തിക മണ്ഡലത്തിൻ്റെ ഡയറക്ഷൻ കാണിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും കറണ്ട് ഉണ്ടാവുക? ഇതിന് ചുറ്റും ഒരു സർക്കുലർ രീതിയിൽ ഉണ്ടാവും. അതായത് അതിന് ചുറ്റും ഇവിടെ ഈ 2D പ്ലെയിനിൽ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് അതിന് ചുറ്റും, ആ വയറിന് ചുറ്റും സർക്കുലർ രീതിയിലായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ ഇവിടുത്തെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമ്മൾ തള്ളവിരൽ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് കണ്ടക്ടറിനെ ചുറ്റിയിട്ട് നമ്മൾ ബാക്കി വിരലുകൾ പിടിക്കുക. അപ്പോൾ ആ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയും സർക്കുലർ രീതിയിലുണ്ടാവും. അതിന് ആ വയറിന് ചുറ്റും ഒരു സർക്കുലർ രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതുപോലെ ഈ താഴോട്ടുള്ള എങ്ങനെ ഉണ്ടാവും? വലതുകൈ തന്നെ പിടിക്കുക, തള്ളവിരൽ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പിടിക്കുക, ബാക്കി ചുറ്റുക വിരൽ. ബാക്കിയുള്ളത് കാന്തിക മണ്ഡലത്തിനെ കാണിക്കും. ബാക്കിയുള്ള വിരലിൻ്റെ ഡയറക്ഷൻ കാന്തിക മണ്ഡലത്തിനെ കാണിക്കും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഇങ്ങനെ സർക്കുലർ രീതിയിലുണ്ടാവും ഡയറക്ഷൻ. അതായത് ഇതിനിങ്ങനെ ചുറ്റണ തരത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന് ചുറ്റൊരു റൗണ്ട് രീതിയിൽ ആ ഡയറക്ഷനിൽ, വിരലിൻ്റെ ഡയറക്ഷനിൽ കാന്തിക മണ്ഡലം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് അല്ലെങ്കിൽ വലതുകൈ നിയമം വെച്ച് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഇതെങ്ങനെയാണ് ഈ ഡയറക്ഷൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ ആനിമേഷൻ രീതിയിൽ വിഷ്വലൈസ് ചെയ്യാനുള്ളൊരു നമ്മുടെ ടെക്സ്റ്റിലെ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അതിന് ദീക്ഷയുടെ സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി, കറക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ത്? ഒരു കണ്ടക്ടറിൽ കൂടെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഒരു കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റും സർക്കുലർ ഷേപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി കറണ്ട് സർക്കുലർ രീതിയിലാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാവും എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു കാര്യം പറയാൻ വിട്ടു. നമ്മൾ സാധാരണ ബാർ മാഗ്നറ്റ്സ് കണ്ടിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ഉണ്ടാവും ബാർ മാഗ്നറ്റ്സ്. അതിൽ നോർത്ത് പോൾ ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും. ഈ കാന്തിക രേഖകൾ, ബലരേഖകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും. അതെപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ പറഞ്ഞില്ലേ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അതുപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. അതായത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിനെന്ത് പറയും? നമ്മൾ കാന്തിക ബലരേഖകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. അത് നോർത്തിൽ നിന്ന് പോയിട്ട് സൗത്തിൽ അവസാനിക്കുന്ന തരത്തിലായിരിക്കും കാന്തിക ബലരേഖകൾ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഒരു കറണ്ട് സർക്കുലർ പാത്തിലാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അപ്പോൾ ഈ സർക്കുലർ പാത്ത് കൺസിഡർ ചെയ്യുക. ഇതിൽ കൂടെ ഒരു കറണ്ട് ഇങ്ങനെ കടന്നു പോകണമെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. ഇതിൽ കറണ്ട് കടത്തിവിടാനുള്ള ബാറ്ററി സെറ്റപ്പൊക്കെ ഈ പാത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക, കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. അതായത് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കടന്നു പോകുന്നത്. അതായത് അപ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് കടന്നു പോകുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം, കറണ്ട് നേരെ പോവുകയാണെങ്കിൽ അതിന് ചുറ്റും സർക്കുലർ രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് നേരത്തെ വലത് കൈ നിന്നും വെച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും കറണ്ട് ഉണ്ടാവുക? അതായത് ഞാൻ വേറൊരു മാർക്കർ കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇതിന് ചുറ്റും അതായത് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഏരോ മാർക്ക് ഇങ്ങോട്ടായിരിക്കും. സർക്കുലർ ആയിട്ടുള്ള രീതിയിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അതിൻ്റെ നമ്മുടെ ഫിംഗർ ക്രോസ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്? ഇതിനെ ചുറ്റിയിട്ട് ഇങ്ങനെയല്ലേ വരും വലുത് കൈ. അപ്പോൾ ഈ ബോർഡിൽ നിന്ന് പുറത്തേക്കായിരിക്കും എന്തുണ്ടാവുക? ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവും. ബോർഡിലായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതായത് ബോർഡിൽ നിന്ന് പുറത്തേക്കായിരിക്കും ആ ഏരോ മാർക്ക് അതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെ. അതുപോലെ ഈ സൈഡിൽ നോക്കൂ. സൈഡിൽ കറണ്ട് ഇങ്ങനെ അടിയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ
ഫിംഗേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും ഡയറക്ഷൻ? അതായത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ തന്നെയല്ലേ കിട്ടുക. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ കിട്ടും. നമുക്കതൊന്ന് വരച്ച് നോക്കാം. അതായത് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെ. അതായത് ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ. ചില രേഖകൾ ഇങ്ങനെ നമുക്ക് രേഖകൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് പോണ പോലെയാവും തോന്നാം. അതായത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് അപ്രദക്ഷിണ ഡയറക്ഷനിലാണെങ്കിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതായത് ഔട്ട്വേർഡ് ദ പ്ലെയിൻ ആയിരിക്കും. അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും. ഡയറക്ഷൻ ഔട്ട്വേർഡ്സ് ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കായിരിക്കും. അപ്പോൾ ഇനി ഇതന്നെ നേരെ തിരിച്ച് ചിന്തിച്ച് നോക്കുക. ഇത് ക്ലോക്ക് വൈസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അതായത് കറണ്ട് പോണത് ക്ലോക്ക് വൈസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. കറണ്ട് പോകുന്നത് ക്ലോക്ക് വൈസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ രേഖകളുടെയൊക്കെ ഡയറക്ഷൻ എന്ത് ചെയ്യും? അതായത് കറണ്ട് മേലേക്ക് പോകണം. അപ്പോൾ രേഖകളുടെ ഡയറക്ഷൻ അങ്ങോട്ട് പുറത്തേക്ക്. കാന്തിക ബലരേഖകളുടെ ഡയറക്ഷൻ ഉള്ളിലേക്ക്, ആ സൈഡിലേക്ക് പോകും. അതുപോലെ ഇതുവരെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? കറണ്ടിൻ്റെ ഡയറക്ഷൻ അടിയിലേക്കായിരിക്കും. അപ്പോൾ ബലരേഖകളുടെ ഡയറക്ഷൻ ഉള്ളിലേക്കായിരിക്കും. അതായത് ബോർഡിൻ്റെ ഉള്ളിലേക്കായിരിക്കും, ആ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക? അതായത് ബോർഡിൻ്റെ ഉള്ളിലേക്കായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കറണ്ട് ക്ലോക്ക് വൈസിലാണ് പോകണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർട്സ്, അതായത് പ്ലെയിൻ്റെ ഉള്ളിലേക്കായിരിക്കും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലതുകൈ നിയമം പഠിച്ച പോലെ തന്നെ, ഇപ്പോൾ ഇതുവരെ നമ്മൾ എന്തെടുത്തത്? കറണ്ടിൻ്റെ ഡയറക്ഷനായത് പഠിക്കാനുള്ള ട്രിക്കാണ് കേട്ടോ. കറണ്ടിൻ്റെ ഡയറക്ഷനാണ് തള്ളവിരലായിട്ട് എടുത്തത്. ഇനി നമ്മൾ എന്തെടുക്കുക? കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ ബാക്കിയുള്ള വിരലുകളായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് തള്ളവിരലിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. ഇതിപ്പോൾ കറണ്ട് ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ക്ലോക്ക് വൈസിൽ നമ്മൾ ഇത് ചുരുട്ടുക. അപ്പോൾ ഈ തള്ളവിരലിൻ്റെ ഡയറക്ഷൻ കേട്ടോ ഉള്ളിലേക്കല്ലേ. അപ്പോൾ ഉള്ളിലേക്കായിരിക്കും എന്ത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഈ വിരലുകൾ ചുരുട്ടുക. അപ്പോൾ തള്ളവിരലിൻ്റെ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡയറക്ഷനിലുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2 പോയിൻറ്റ്സ് കൂടെ പഠിക്കാനുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ, അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കൂടെ പോണ കറണ്ട് തന്നെയാണ്. ഒന്നാമത്തെ പോയിൻ്റ് കറണ്ട്. ഈ കറണ്ടിൻ്റെ തീവ്രത കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ തീവ്രത, ഇൻറ്റൻസിറ്റിയും കൂടും. അതായത് കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ, കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതായത് കാന്തിക മണ്ഡലവും കൂടും. കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ കാന്തിക മണ്ഡലം കുറയും. അതായത് നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ട് ഒരു കാന്തസൂചിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഡിഫ്ലക്ഷൻ കൂടും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. രണ്ടാമത്തെ കാര്യം, ഈ വയറുണ്ടല്ലോ, ഈ വയറിൻ്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടുക. അതായത് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ ചുറ്റുകളുടെ എണ്ണം അത് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഇപ്പോൾ 2 കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കറണ്ട് കൂടുക, കറണ്ടിന് കാന്തിക മണ്ഡലം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അതുപോലെ നമ്പർ ഓഫ് ടേൺസ് കൂടിയാലും മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഈ 2 കാര്യങ്ങളാണ് മാഗ്നറ്റിക് ഫീൽഡിനെ സ്വാധീനിക്കുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതായത് മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ കറണ്ടും കാന്തിക മണ്ഡലവും നേരനുപാതത്തിലായിരിക്കും. അതുപോലെ ചുറ്റുകളുടെ എണ്ണവും കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയും എന്തായിരിക്കും? നേരനുപാതത്തിലായിരിക്കും. കൂടുമ്പോൾ മറ്റേതും കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റേത് കുറയും. അപ്പോൾ അത് രണ്ടുമാണ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സോളിനോയിഡിലേക്ക് കിടക്കാം. എന്താണ് സോളിനോയിഡ് എന്നൊക്കെ നോക്കാം. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പിച്ചുരുളുകളെയാണ് എന്ത് നമ്മൾ പറയുന്നത്? സോളിനോയിഡുകൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ സോളിനോയിഡ് തന്നെയാണ് മലയാളം മീഡിയം കുട്ടികളും പഠിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല.
അപ്പോൾ കമ്പിച്ചുരുളിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. നമ്മുടെ പണ്ടത്തെ ഒരു വളയൊക്കെ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ഒരു ഷേപ്പാണ് സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒന്ന് വരയ്ക്കാം. നമ്മുടെ സ്പ്രിങ്ങിൻ്റെ ഒക്കെ ഒരു ഷേപ്പില്ലേ, അങ്ങനത്തെ കമ്പിച്ചുരുളുകളെയാണ് എന്താ പറയുക, സോളിനോയിഡുകൾ എന്ന് പറയുക. ഇതെന്തിനാണ് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കാന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോളിനോയിഡ്സാണ്, കമ്പിച്ചുരുളുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ പച്ചിരുമ്പ് കോർ കടത്തി വെച്ച് ഇതിൽ കൂടെ ഹൈ വോൾട്ടേജ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇതെന്താവും, ഇലക്ട്രോ മാഗ്നറ്റ് ആവും, വൈദ്യുതകാന്തങ്ങളാവും. അപ്പോൾ അതാണ് സോളിനോയിഡുകളുടെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ സോളിനോയിഡിൽ കറണ്ട് ഇങ്ങനെ കടത്തി വിടുകയാണ്. കറണ്ട് കടത്തി വിടുമ്പോൾ അത് കാന്തമായിട്ട് മാറുമല്ലോ. അപ്പോൾ ഇതിൽ ഈ കാന്തമാവണതിൻ്റെ നോർത്ത് പോളും അല്ലെങ്കിൽ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും അതൊക്കെ എവിടെയാണെന്നുള്ളതാണ് നമുക്ക് അടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതും വളരെ ഈസിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പോലെ തന്നെ നമ്മുടെ വലത് കൈ എടുത്ത് നോക്കിയാൽ മതി. അതായത് കറണ്ട് ഇങ്ങനെ കയറി കറണ്ട് ഇതിൽ കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്ത് ചെയ്യുക, കറണ്ട് ഇപ്പോൾ ഇത് ഇങ്ങനെയല്ലേ കയറുന്നത്. അപ്പോൾ ആ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വിരലുകൾ ഇങ്ങനെ ചുറ്റുക, ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമുക്ക് തള്ളവിരൽ എന്ത് കിട്ടും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് എവിടെ കിട്ടി, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് കിട്ടി. അപ്പോൾ നമുക്കിതിങ്ങനെ ചുറ്റും വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കറിയാം നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോവുക. അപ്പോൾ ഇതെന്ത് പോളായിരിക്കും, നോർത്ത് പോൾ, ഇത് സൗത്ത് പോളായിരിക്കും. അതായത് ഇത് ഉത്തര ധ്രുവം, ഇത് ദക്ഷിണ ധ്രുവമായിരിക്കും. ഒന്നുകൂടെ പറയാം, കറണ്ട് ഇങ്ങനെയാണ് പോണേ. അപ്പോൾ ആ ഡയറക്ഷനിൽ നമ്മൾ എന്ത് പിടിക്കുക, വിരലുകൾ ചുരുട്ടി പിടിക്കുക. അപ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ ലൈൻസ് വരച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറപ്പെടുന്ന പോലെയാണ് തോന്നുക. അപ്പോൾ പുറപ്പെടുന്ന സ്ഥലം നോർത്ത് പോളും എത്തുന്ന സ്ഥലം സൗത്ത് പോളും ആയിരിക്കും. അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതേപോലെ തന്നെ ഇപ്പോൾ കറണ്ട് ഈ സൈഡിൽ നിന്ന് വരണമെന്ന് വിചാരിക്കാം. അതായത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കുക. കറണ്ട് എന്ത് ചെയ്യണു, അവിടെ നിന്ന് ഇങ്ങനെയാണ് എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കുക. ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ പോയി, അതായത് ഈ ഡയറക്ഷനിലാണ് കറണ്ട് വരുന്നത്, ഇങ്ങനെയാണ് കറണ്ട് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്തു പറയാം, നേരത്തെ പോലെ തന്നെ കൈ ഇങ്ങനെ ചുരുട്ടുക. അപ്പോൾ തള്ളവിരൽ എങ്ങോട്ട് ചൂണ്ടണേ, നേരെ അങ്ങോട്ട് ചൂണ്ടണേ. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും ഫീൽഡ് ലൈന് പുറപ്പെടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് മനസ്സിലായി. പുറപ്പെടുന്ന ഭാഗം നമ്മൾ ഏത് ധ്രുവമായിട്ട് പറയും, നോർത്ത് പോളായിട്ട് പറയും, ഉത്തര ധ്രുവമായിട്ട് പറയും. എത്തിച്ചേരുന്ന സ്ഥലം നമ്മൾ എന്ത് ധ്രുവമായിട്ട് പറയും, ദക്ഷിണ ധ്രുവമായിട്ട് പറയും, അതായത് സൗത്ത് പോളായിട്ട് പറയും. അപ്പോൾ ഇങ്ങനെയാണ് സോളിനോയിഡിൻ്റെ ധ്രുവങ്ങൾ, പോൾസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതാണ് നമ്മുടെ സോളിനോയിഡ്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ പച്ചിരുമ്പ് കോറ് വെച്ച് കഴിഞ്ഞാൽ അതിൽ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ഇലക്ട്രോ മാഗ്നറ്റ് ആവുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ സോളിനോയിഡിൻ്റെയും സാധാരണ ബാർ മാഗ്നറ്റിൻ്റെയും കുറച്ച് വ്യത്യാസങ്ങൾ, എന്താ അതിൻ്റെ വ്യത്യാസം എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം, ഒന്നാമത്തെ വ്യത്യാസം, ഇത് പെർമനൻറ്റ് മാഗ്നറ്റാണ്, സ്ഥിരകാന്തങ്ങളാണ്. ഇത് താൽക്കാലികമാണ്, കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രമാണ് മാഗ്നറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് പോകും. അപ്പോൾ ഇതെന്താണ്, ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയും. പിന്നെ ഈ ബാർ മാഗ്നറ്റിന് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, അതിന് വലിയ ശക്തിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ലെസ് ഇൻറ്റൻസ് ആയിരിക്കും എന്ത്, ഇതിൻ്റെ എഫക്റ്റ് ലെസ് ഇൻറ്റൻസ് എഫക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം വീക്കാന്ന് പറയും, കമ്പാരിറ്റീവ്ലി വീക്കാന്ന് പറയും. ഇതെന്താണ്, ഇലക്ട്രോ മാഗ്നറ്റ്സ് സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് ആണ്. ഈ ക്രെയിനിലൊക്കെ സാധനങ്ങൾ പൊക്കാൻ, കാറുകളൊക്കെ പൊക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. നല്ല സ്ട്രോങ് ആയിരിക്കും, കൂടുതൽ ഫോഴ്സ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് പെർമനൻ്റ് ആണ്, സ്ഥിരകാന്തങ്ങളാണ്, മറ്റേത് താൽക്കാലിക കാന്തങ്ങളാണ്. ഇതിൽ വീക്കായിരിക്കും ഫോഴ്സ്, ബാർ മാഗ്നറ്റിൻ്റെ ഫോഴ്സ് വീക്കായിരിക്കും, ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഫോഴ്സ് കറണ്ട് കൊടുക്കുന്നതനുസരിച്ച് നല്ല ഫോഴ്സ് കിട്ടും.
അപ്പോൾ ഒന്ന് സ്ട്രോങ് ആണ്, മറ്റേത് വീക്കാണ്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ. ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ അടുത്ത പാർട്ടിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പ്രോബ്ലംസൊക്കെ നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. സൈറ്റ് നോക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പറ്റാവുന്നിടത്തോളം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.